ഇന്നതാ ഒരു കിഡിലൻ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ മഷൂറ ബഷി ഉണ്ടല്ലോ, അവർ തയ്യാറാക്കുന്നത് കണ്ടിട്ടുള്ള ആ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി എടുത്ത് നോക്കിയതാണ് കേട്ടോ. ഞാൻ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കലില്ല, അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി തക്കാളി അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെമ്മീൻ്റെ ഞാൻ തല കളഞ്ഞിട്ടില്ല, അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വേസ്റ്റൊക്കെ കളഞ്ഞ് തോടും കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് തല കളയണമെന്നുണ്ടെങ്കിൽ കളയാം, പക്ഷേ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ചെമ്മീനായതുകൊണ്ട് ഞാൻ തല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടും അത് മുഴുവനായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട, നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീനിലൊക്കെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തക്കാളിയും അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കാം. 15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. നമ്മൾ ഫിഷൊക്കെ എപ്പോഴും ഏത് ഫിഷാണെന്നുണ്ടെങ്കിലും അത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെയാണ് അതിന് ഒരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ആ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം അതിൻ്റെ ഒരു തക്കാളി കഷ്ണങ്ങളും എല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇതിലിങ്ങനെ ഉണ്ടായിട്ട് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ മീനായതുകൊണ്ട് ഒരുപാട് സമയം അങ്ങനെ വേവൊന്നുമില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗവും റെഡിയായി. പിന്നെ അതിൽ ഉണ്ടായിട്ട് വന്ന ചെമ്മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അതുപോലെ ആ ഒരു തക്കാളിയിലും ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ അങ്ങ് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളിയൊന്നും ഇതിൽ ചേർത്തിട്ടുണ്ട് എന്ന് പോലും അറിയില്ല. തക്കാളിയൊക്കെ നല്ല മുരിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു മീനിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്, പക്ഷേ ഇതിൽ തക്കാളി കൂടെ ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഞാൻ തക്കാളി ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അടിപൊളിയായി ഐറ്റം തന്നെയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.